എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനി ആകെ വിഷമിച്ചാണ് ക്യാബിനിൽ ഇരിക്കുന്നത്. നന്ദു ഇറങ്ങി പോകുന്നതൊക്കെ കണ്ടപ്പോൾ വിഷമായി. പക്ഷേ നന്ദു പുറത്ത് പോയതിന് ശേഷം എനിക്കൊരു വോയിസ് അയക്കുവാണ്. അപ്പോൾ ആ വോയിസ് എടുത്ത് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എടുത്ത് നോക്കുന്നു. അന്നേരം നടന്ന സംഭവങ്ങൾ മൊത്തം അതിനകത്ത് നല്ല വിശദമായിട്ട് നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ആ സമയത്ത് നവീനേട്ടൻ അങ്ങോട്ട് വരും എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ കേക്കുണ്ട് എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ ആ കേക്ക് എടുത്ത് വെച്ച് കഴിയുമ്പോൾ എനിക്കത് മുറിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടെ നിന്ന് ആ കേക്ക് മുറിച്ചത്. അതിനുശേഷം ഞാൻ ഓടിപ്പിടിച്ചങ്ങ് എത്തിയായിരുന്നു 12:30 ആയത്തേക്കും. അപ്പോഴത്തേക്കും നീ പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു കേക്ക് പീസ് കഴിച്ചിട്ടാ വന്നത്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാലും നിനക്കത് ഒരുപാട് വിഷമമാക്കി, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിൻ്റേത് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും ഞാൻ പിണങ്ങാത്തത്. ഞാൻ അവിടെ ഓഫീസിൽ വന്നപ്പം നീ അവിടെ ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോടുള്ള പിണക്കം കൊണ്ടാണ് നീ എന്നെ കാണാത്തതും എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം നിനക്ക് അത്രത്തോളം വിഷമം തോന്നിയത് കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ഇന്നലെ ഞാൻ ഓടി അവിടെ എത്തിയ സമയത്ത് നിന്നെ കാണാഞ്ഞപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ആ കടലിൽ അങ്ങ് ചാടി ചത്താലോ എന്ന് വരെ എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഇനിയും നീ എന്നോട് പിണങ്ങി നിൽക്കരുത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ചു നേരം നിന്നോട് പിണങ്ങിയിരുന്നപ്പം നീ എൻ്റെ കോൾ എടുക്കാതിരുന്നപ്പോഴാണ് നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന് എനിക്ക് മനസ്സിലായത്. നീ ഇനി മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഓഫീസിൽ പോയി നേരാവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു വർക്ക് ചെയ്യാനേ സാധിക്കില്ല. ഒന്നിനും എന്നെ കൊണ്ട് ഇനി സാധിക്കില്ല. അതുകൊണ്ട് നീ എന്നെ വിളിക്കണം കേട്ടോ. വിളിച്ചില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ, നീ പ്ലീസ് ഡാ എന്നൊക്കെ പറഞ്ഞാണ് വോയിസ് ഇട്ടേക്കുന്നത്. ഏതായാലും അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ആകെ വിഷമാവുകയെ. അനി നേരെ നന്ദുവിനെ വിളിക്കുന്നു. ഫോൺ എടുത്ത് കഴിഞ്ഞ്, എടി നന്ദു എന്ന് വിളിക്കുന്നത്, നീ എന്നോട് മിണ്ടരുത് കേട്ടോ. നീ എന്തൊക്കെയാണ് കുറച്ച് നേരമായിട്ട് എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാവോ? പിന്നെ നിനക്ക് അത്രയും വിഷമം തോന്നിയത് കൊണ്ടാണല്ലോ എന്ന് ഓർത്ത് ഞാനങ്ങ് ക്ഷമിക്കുക എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, നിനക്കറിയാലോ എനിക്ക് ഇന്നലെ തോന്നിയ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ, എനിക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പം നന്ദു അത് സമ്മതിക്കുന്നുണ്ട്. ഏതായാലും ബർത്ത്ഡേ ആഘോഷിക്കാൻ സാധിച്ചില്ല, അതിൻ്റെ ഒരു വിഷമം രണ്ടുപേർക്കും ഉണ്ട്. നന്ദു പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് റിസ്ക് എടുത്താണ് നിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്നലെ. പക്ഷേ അത് കുളമായി. നമ്മൾ അത്രയും സന്തോഷിക്കേണ്ട എന്ന് ദൈവങ്ങൾ പോലും തീരുമാനിച്ചു കാണും, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് രാത്രി ഒരുമിച്ചൊന്ന് കാണാമെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എടാ ഇന്നും 10 മണി കഴിഞ്ഞ് കാണുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം അത് കുഴപ്പമില്ല, നിനക്കൊരു 8 മണിയാകുമ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാമോ എന്ന് ചോദിക്കും. നിനക്ക് കുഴപ്പമില്ല, 8 മണിയാകുമ്പോൾ ഞാൻ വരാം എന്ന് പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട്, കേക്കൊക്കെ ഞാൻ മേടിച്ചോളാം, നീ ഒന്നും മേടിക്കേണ്ട, അങ്ങോട്ടൊന്ന് വന്നാൽ മതി എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, നീ വിളിക്കുന്ന എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ വന്നോളാം, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി അങ്ങനെ നമുക്ക് ഒരുമിക്കാൻ പറ്റില്ലെങ്കിൽ അത് എന്നെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിനു മുമ്പ് ഒന്നിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു, അന്ന് നമ്മളത് ചെയ്തില്ല. പക്ഷേ ഇനി എന്ത് റിസ്ക് എടുത്ത് നമ്മൾ ഒന്നിക്കും, ഒന്നിച്ചേ ജീവിക്കുകയുള്ളൂ, അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇനി നീ വിളിക്കുന്നിടത്ത് ഞാൻ വന്നോളാം, കാരണം വീട്ടിലുള്ളവർക്ക് സംശയം തോന്നിയാലും ഞാൻ വരും, കാരണം എനിക്ക് നിന്നെ പിണക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ വൈകിട്ട് കാണാൻ രണ്ടുപേരും തീരുമാനിക്കുന്നു. അതിനിടയ്ക്ക് നന്ദു പറയുന്നുണ്ട്, നവീൻ ഗിഫ്റ്റ് കൊടുത്ത കാര്യമൊക്കെ. അന്നേരം എന്നാ ഗിഫ്റ്റ് ആയെന്നൊന്നും ചോദിക്കുന്നില്ല, അവന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദു പറയും, എടാ അങ്ങനെ പറയരുത്, നവീനേട്ടൻ എന്തോ ഒരു സഹായം ചെയ്തിട്ടുണ്ട് നമുക്ക്, അതുകൊണ്ട് ആ രീതിയിൽ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഫോൺ വെച്ചതിന് ശേഷം അനി നെവിനെ വിളിക്കും, നെവിൻ എന്ത് ഗിഫ്റ്റാണ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി. അന്നേരമാണ് പറയുന്നത് മോതിരം കൊടുത്തു എന്ന്. എന്നിട്ട് പറയുവാണ്, ആ മോതിരം കയ്യെ ഒരിത്തിരി ടൈറ്റ് ആയതോടെ ഞാൻ ഇട്ട് കൊടുത്തു, ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു റിങ് എക്സ്ചേഞ്ച് പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറയുമ്പം അനി ചോദിക്കും, അങ്ങനെ നീ ഇട്ട് കൊടുത്തപ്പോൾ അവൾ ദേഷ്യപ്പെട്ടൊന്നുമില്ല, അവൾക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്ന് ചോദിക്കുമ്പം, എടാ നമ്മൾ ജ്വല്ലറിയിലൊക്കെ ചെന്ന് മോതിരം ഇട്ട് നോക്കുമ്പം കയറിയില്ലെങ്കിൽ സെയിൽസ്മാൻമാരൊന്നും ഇട്ട് തരില്ലേ, അതുപോലെ അവൾ കരുതി കാണുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. പിന്നെ നീ എന്നെക്കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പലതും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടോ, അതൊരു സന്തോഷമായോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, എങ്കിൽ ശരി ഞാൻ വെക്കുക എന്ന് പറയും. അന്നേരം നെവിൻ ചോദിക്കുന്നുണ്ട്, അവളുടെ ബർത്ത്ഡേ അല്ലേ, നമുക്കൊന്ന് ആഘോഷിച്ചാലോ എന്ന്. അന്നേരം അനി പറയുവാണ്, എടാ എനിക്ക് സമയമില്ല, ഞാൻ ഇത്തിരി തിരക്കാണ്, നിനക്കറിയാലോ എൻ്റെ അവസ്ഥ, അതുകൊണ്ട് ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച് കഴിയുമ്പോഴും നവീന് ഭയങ്കര സന്തോഷമാണ്, നന്ദുവിന് മോതിരം ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലേ അതൊക്കെ ഓർത്തിട്ട്. പക്ഷേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അവൻ്റെ കാര്യം, അവൻ അങ്ങനെ മോതിരം ഇട്ട് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ, അതെൻ്റെ പെണ്ണല്ലേ എന്നൊക്കെ അനി മനസ്സിലോർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡേവിഡിനെയാണ്. ഡേവിഡിനെ പുതിയ ഡിസൈൻസൊക്കെ കൊണ്ട് കൊടുത്ത മാളവിക, അതിനെപ്പറ്റി യാതൊരുവിധ
കാര്യങ്ങളും അറിയത്തില്ല, ABCD അറിയത്തില്ല ഡിസൈനെക്കുറിച്ച്. അതുകൊണ്ട് കുറച്ച് നേരം അതിലേക്ക് നോക്കി ഇരുന്നിട്ട് ഡേവിഡ് ഓർക്കുക, ഈശ്വര ഇത് നല്ലതാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, ഏതായാലും അയച്ചു കൊടുത്തേക്കാം എന്നിങ്ങനെ മനസ്സിലോർത്ത് അത് നാഗേന്ദ്രൻ അയച്ചു കൊടുക്കും. നാഗേന്ദ്രന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് തിരിച്ച് വിളിക്കുവാണ് ഡേവിഡിനെ. എന്നിട്ട് ചോദിക്കും ആ ഡിസൈൻസ് എങ്ങനെയുണ്ടെന്ന്. അന്നേരം എന്ത് അഭിപ്രായം പറയണം എന്ന കൺഫ്യൂഷനിലായതുകൊണ്ട് ഡേവിഡ് പറയാം കുഴപ്പമില്ല, തരക്കേടില്ല എന്നൊക്കെ. അന്നേരം ഇതെന്താ താൻ കുഴപ്പമില്ല തരക്കേടില്ല എന്നൊക്കെ പറയുന്നത്, എക്സലൻ്റ് ആണ് എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്കിഷ്ടപ്പെട്ടു, പിന്നെ എൻ്റെ ഇഷ്ടമല്ലല്ലോ നോക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് അല്ലെങ്കിലും തനിക്ക് ഇതിനെപ്പറ്റി ഹരിശ്രീ അറിയില്ല എന്നെനിക്കറിയാം, ഞാൻ ആ സീറ്റിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും തനിക്ക് ഇതിനെപ്പറ്റി അറിയാവോ? ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു, നല്ല എക്സലൻറ്റ് ഡിസൈൻസ് ആണ് എല്ലാം. ഈ ഡിസൈൻസ് എല്ലാം മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂർത്തി ജ്വല്ലറിയിലെ നയന ഡിസൈൻസ് സൈഡായി പോവും. ഈ പ്രാവശ്യം എല്ലാം കൊണ്ടും നമ്മൾ വിജയിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് നാഗേന്ദ്രൻ. അതുപോലെ കുറച്ച് ശമ്പളം കൂട്ടിക്കൊടുത്താലും മാളവികയ്ക്ക് ശമ്പളം കൂട്ടിക്കൊടുത്താലും കുഴപ്പമില്ല എന്ന് വരെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെയും കാണിക്കുന്ന അനിയാണ്. അനി തീരുമാനിക്കുവാണ് എന്തെങ്കിലും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കണം നന്ദുവിന്, കാരണം മോതിരം കൊടുത്തില്ലേ നവീൻ, അതിനപ്പുറം എന്തെങ്കിലും കൊടുക്കണമെന്ന്. അങ്ങനെ നോക്കി നോക്കി ഒരു നെക്ലേസ് സെലക്ട് ചെയ്യുന്നു, ഡയമണ്ട് ആട്ടോ, അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഇട്ടുകൊണ്ട് വരുന്നത് ഇങ്ങനെ ആശാൻ സ്വപ്നം കാണുകയാണ്. കാണുമ്പോഴേ നമുക്കറിയാം. അത് കഴിഞ്ഞിങ്ങനെ നന്ദു അത് കഴുത്തിലിട്ട് സാരിയൊക്കെ കൊടുത്തു വന്ന് നിൽക്കുന്നു. അനി അടുത്ത് ചെന്നിട്ട് കൊള്ളാം, നല്ല സൂപ്പറായിട്ടുണ്ട്, നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട് എടാ ഇത്രയും വില കൂടിയ സാധനമൊന്നും മേടിക്കാൻ എൻ്റെ പൈസ ഇല്ലെന്ന് എൻ്റെ വീട്ടുകാർക്കറിയാം, അതുകൊണ്ട് എനിക്കിനി ഇത് വീട്ടിൽ കാണിക്കാൻ പറ്റില്ല, ഞാനിത് എവിടെ സൂക്ഷിക്കും എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം അനു പറയും ഒരു കാര്യം ചെയ്യാം, ഞാൻ നിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്ത് തരാമെന്ന്. അന്നേരം എന്നിട്ട് ലോക്കറി വെക്കാമെന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട് എടാ അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അക്കൗണ്ട് ഉണ്ട്, നമുക്കെന്നാൽ അതിൻ്റെ അകത്ത് വെക്കാമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം അനു പറയുവാണ് ആ ലോക്കറി കൊണ്ട് നീ ഈ മാല വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മനസ്സ് എൻ്റെ ഇഷ്ടവും ഹൃദയവും ഒക്കെ നിൻ്റെ മനസ്സിലെ ലോക്കറിൽ നീ സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് രണ്ടുപേരും. ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊരു സ്വപ്നമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നതാണ് ആശാൻ. അന്നത്തേക്കും ക്യാബിനിലേക്ക് ഒരാൾ കയറി വരും, എന്തോ ചെക്ക് ഒപ്പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ഒന്ന് നോക്കിയിട്ട് കയറി വരത്തില്ലേ എന്ന് ചോദിച്ച്. അന്നേരം ഒരു ചെക്ക് ഒപ്പിടാനായിരുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ വയ്ക്കാൻ പിന്നെ തരാമെന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞ് ഇറക്കി വിടുന്നുമുണ്ട്. ഏതായാലും ആ ഗിഫ്റ്റ് നന്ദുവിന് കൊടുക്കുന്നത് മനസ്സിലോർത്ത് ഭയങ്കര സന്തോഷത്തിലാണ് അനി. പിന്നീട് ആദർശിനെയും നയനെയും മാളവികയും കാണിക്കുന്നു. അവർ വീണ്ടും എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് മാളവിക അങ്ങ് പോയി കഴിയുമ്പം നയന പറയുന്നുണ്ട് നമ്മളിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അവളെ വിടുമ്പം അവൾക്കൊരു പ്രശ്നം ഉണ്ടാകാതെ നമ്മൾ നോക്കണം എന്ന് പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവളോട് ആരും കാണാതെ വരണം എന്ന് പറഞ്ഞത്. ഏതായാലും അവൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ആളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അതിന് ആദർശ് പറയാം അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ സേവ്യർ നോക്കിയിട്ട് അയാളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്, പക്ഷെ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നീട് അഭിയെ കാണിക്കുന്നുണ്ട്. അഭിയുടെ അടുത്തേക്ക് നവ്യ ഭയങ്കര സന്തോഷത്തോടെ ഓടി വരുന്നു. എന്നിട്ട് പറയുവാണ് AN ജ്വല്ലറിയിൽ അഭിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്രാഞ്ചിൻ്റെ മാനേജർ സ്ഥാനമാണ് നിനക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഭിക്ക് ഭയങ്കര സന്തോഷം. അന്നേരം നവ്യ പറയുന്നുണ്ട് അങ്ങനെ നിന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പം നീ പണ്ടത്തെ സ്വഭാവം എടുത്തേക്കരുത്, അവിടെ നാണം കെടുത്തേക്കരുത് എന്നെ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ആ സ്വഭാവമൊക്കെ ഞാൻ പണ്ടേ നിർത്തി, അത് നിനക്കറിയാലോ, അങ്ങനെ നല്ലതാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെയുള്ളവർ എന്നെ അടിച്ചു പുറത്താക്കിയത്, അത് നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് അതിനുള്ള പ്രതികാരം കൂടിയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നിൻ്റെ മുത്തശ്ശൻ്റെ മുന്നിൽ നിന്ന് നീ പറയണം ഞാൻ AN ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് മൊത്തം നോക്കുന്ന മാനേജറാണ് എന്ന്. അങ്ങനെ നീ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അഭിക്ക് പേടിയാണ്, കാരണം അവൻ ചെയ്തു വെച്ചേക്കുന്ന അവന് നന്നായിട്ട് അറിയാമല്ലോ. അന്നേരം നവി പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നിനക്കിത് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, എനിക്കൊരു പേടിയില്ല, ഇനി എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞിട്ട് നവി അങ്ങോട്ട് പോവുകയാണ്. അന്നേരം നവിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതിൻ്റെ സന്തോഷം അഭിക്കുണ്ട്. അതുപോലെ പിന്നീട് അനിയെ കാണിക്കുന്നു. അനി വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ കാണാമെന്നല്ലോ പറഞ്ഞത്, അതുകൊണ്ട് നന്ദുവിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി സുന്ദരക്കുട്ടനായിട്ട് ഇരിക്കുവാണ്. എന്നിട്ട് മതിയായിട്ടില്ല കേട്ടോ ഒരുങ്ങിയിട്ട്, ഇത് മതിയോ, ഇനി എന്നെ കാണുമ്പോൾ അവൾക്ക് ഒരു സന്തോഷം തോന്നണമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് സുന്ദരനായേക്കാം എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ എന്തേ റൂമിലേക്ക് ജാനകി വരുന്നു. എന്നിട്ട് ചോദിക്കുക നീ എന്താ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാതെ, നീ ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നീ ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, നീ എന്താ അതിനെപ്പറ്റിയൊന്നും പറയാത്തതെന്ന്
എന്നൊക്കെ ചോദിക്കുക. അനിയെല്ലാം മറന്നുപോയി. എന്താ അമ്മ ഇന്നത്തെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെയൊരു ദിവസമാണ് ഞാൻ നിൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. എല്ലാ പ്രാവശ്യവും നീ ഗിഫ്റ്റ് തരുന്നതല്ലേ, ഇന്ന് അതും ഉണ്ടായില്ല എന്ന് പറയുമ്പോഴാണ് അനി ആലോചിക്കുന്നത്, ഈശ്വര, അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നായിരുന്നോ, ഞാൻ മറന്നുപോയല്ലോ എന്ന്. അന്നേരം കഷ്ടകാലത്തിന് അവിടെ ആ ടേബിളിൽ ഇരിക്കുന്ന നന്ദുവിന് കൊടുക്കാനായി വെച്ചേക്കുന്ന ആ ഗിഫ്റ്റ് കാണുവാണ് ജാനകി. ഓടിപ്പോയി അത് തുറന്നു നോക്കും. നെക്ലേസ് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും നീ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് മേടിച്ചല്ലോ. മൂർത്തി ജ്വല്ലറിയുടെ MD അമ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഗിഫ്റ്റ് നല്ല ഒന്നാന്തരം ഗിഫ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടിയിരിക്കുന്ന സമയത്ത് ഇത്രയും ആർഭാടമൊന്നും വേണ്ടായിരുന്നു, എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഡിസൈനാണ് എന്നൊക്കെ പറഞ്ഞാൽ അതെടുത്ത് കഴുത്തിലേക്ക് ഇടുവാണ് ജാനകി. ഇത് കണ്ടാകെ വിഷമിച്ച് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.